ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ആര്, ഇത് എങ്ങനെ എൻ്റെ അടുത്ത് വന്നു, ആരാ, എന്താ, നൂറ് ചോദ്യങ്ങളാണ് ഇവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ കരുതി അത് ഇവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിന് കറക്റ്റുള്ള ഉത്തരം തരാമെന്ന്. ഞാൻ പറയണ്ട, ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് കരുതി. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നീ എൻ്റെ ആര്, യാരെന്ത പയ്യൻ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം നീ ആരാണ്? ഞാൻ കസിൻ ബ്രദർ. അപ്പോൾ ചിന്തിക്കും ഹിന്ദു ആണെന്ന്. എൻ്റെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അച്ഛൻ മുസ്ലിമാണ്, അമ്മ ഹിന്ദു ആണ്. അപ്പം അങ്ങനെ കസിൻ സിസ്റ്ററും കസിൻ ബ്രദറും ആണ്. അപ്പോൾ പലരും ഞാനും ലൈവിലൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കുറെ. ആരാ, എന്താ, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എപ്പം വന്നു. അപ്പം അങ്ങനെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നു? നിനക്ക് വീടും കൂടിയില്ലേ? എനിക്ക് വീടുണ്ട്, അച്ഛനും അമ്മയുണ്ട്, പിന്നെ കുറെ പട്ടിക്കുട്ടികളുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, പിന്നെ ഒരു തത്തയുണ്ട്. ഇതൊക്കെ ഉണ്ട് വീട്ടിൽ. അമ്മമ്മണ്ട്, മാമുണ്ട്. അവരൊക്കെ വിട്ടിട്ട് ഞാനിവിടെ വന്ന് നിൽക്കല്ല. ഞാനിവിടെ വന്ന് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇതെല്ലാവർക്കും അറിയാലോ. ഒരുവിധ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എപ്പോൾ തൊട്ടിട്ട് എന്ത് സാഹചര്യം തൊട്ടിട്ട് ഇവിടെ നിന്നു എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലമായിട്ടുണ്ടോ? 5 വർഷം, 6ാമത്തെ വർഷം. 5 കൊല്ലമായിട്ടുണ്ടാവും. ഒരു ഫസ്റ്റ് സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ആരുമില്ല, ഒന്നാതിക്കാക്കല്ല, പിന്നെ ഇവർ രണ്ടാളേ ഉള്ളൂ. പിന്നെ അടുത്തുനിന്ന് വരാൻ പറ്റിയ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതിൽ ഞാനിവിടെ വന്ന് അന്ന് എനിക്ക് തോന്നുന്നു നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ പേമാരി മഴയുള്ള സമയത്താണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ചോര വലിച്ച് മക്കൾ വിളിച്ചതാട്ടോ. അതും പറഞ്ഞുതരാം. നീ എങ്ങനെ വന്ന്, നീ ജ്ഞാനദൃഷ്ടി കൊണ്ട് വന്നതെന്ന് ചിന്തിക്കേണ്ട, മക്കൾ വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കയ്യിന് കൂടി ചോര ഫുള്ള് കുളിച്ച് കിടക്കുക. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനുശേഷം ഇക്കാക്കൻ പറഞ്ഞ് ഇവിടെ നിന്നോ, ഒന്നാമത് ആരുമില്ല, ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണല്ലോ. ആ ഒരു സമയത്ത് ഇതന്നെ മനസ്സിൽ ഈ സൂയിസൈഡ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി മനസ്സിൽ ഇങ്ങനെ വന്നെടുക്കുന്ന ഇക്കാക്കൻ പറഞ്ഞ് ഇവിടെ നിന്നോ, ഇവിടുന്ന് ജോലിക്ക് പോയിക്കുന്നു. അപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു, അവരും പറഞ്ഞു. ആ സമയം തൊട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. ഞാൻ വന്നതിന് ശേഷം രണ്ടാമതൊന്നും ചെയ്തു അന്ന് ഞാനിവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വീടും കൂടിയും ഒന്നും ഇല്ലായിട്ടല്ല, അച്ഛനമ്മ ഇല്ലായിട്ടല്ല. എനിക്ക് നല്ല അച്ഛനമ്മയുണ്ട്. ചില അമ്മായിമാർ പറഞ്ഞാൽ എൻ്റെ അമ്മ ആരെ കൂടെയും കിടക്കാനും കാര്യങ്ങളൊന്നും പോയിക്കില്ല. അമ്മായിമാർ പോകുന്നമാരൊന്നും പോയിക്കില്ല. അല്ല, പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു അമ്മമാരെ പറ്റി പറയുമ്പോൾ ഏതൊരു മക്കൾക്കൊരു ഇതുണ്ടാവുമല്ലോ. ആ ഒരു സമയം തൊട്ടാണ് ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവനെ ശരിക്കും പറയാ വെച്ചാൽ എല്ലാവരും എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നിർത്തിയതാണ്. ഞാൻ ഏത് നിമിഷവും എന്തും ചെയ്യുന്നുള്ള ഇവരുടെയൊക്കെ പേടി. ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ, മുമ്പുണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് ഒന്നാമത് ഞങ്ങൾ 3 പേരും ഒറ്റക്കാണെന്ന് പറയാം. ഈ ഒരു അടുത്ത് പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ വീടുകളൊക്കെ കുറവാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പേടി. ഞാൻ ഉണ്ടായിട്ട് തന്നെ പല തവണയും പല സൗണ്ടും ഗ്ലാസ്സിന് മുട്ടി പോകുന്നതും ഡോറിന് മുട്ടി പോകുന്നതൊക്കെ ആയിരിക്കും. തുറന്നു നോക്കുമ്പോൾ ആരെയും കാണില്ല. ഞാൻ ഉണ്ടായിട്ട് വെള്ളാച്ചിപ്പോക്കനായിരിക്കും. ഞാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും. ഇതിൽ തന്നെ യൂട്യൂബിലാണെങ്കിലും പല ആൾക്കാരും ചോദിച്ചിട്ട് എൻ്റെ വൈഫാണോ, എൻ്റെ ഭാര്യയാണോ, എൻ്റെ സ്റ്റെപ്പിനിയാണോ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് നമ്മളെ പെങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ മറ്റുള്ള ഓപ്പോസിറ്റ് നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളിപ്പം വീട്ടിലിപ്പോൾ വന്ന് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവനൊന്ന് അടുത്തിരുന്നാൽ ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണ് അടുത്തിരിക്കുക, ഞാൻ ഇവൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണ് കയ്യിൽ പിടിക്കുക, അങ്ങനെ 100 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിച്ചു, സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച് MMC കിടക്കുന്ന സമയത്ത് മൂക്ക് പമ്പിട്ട സമയത്ത് ഛർദ്ദിച്ചപ്പോൾ കൈ ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതാരും കാണാൻ വന്നില്ല.
അത് പൊതുവെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, ആരുമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അത്രമേൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയൂ. നമ്മുടെ സമൂഹം അതാണ്. എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒരാളുടെ കൂടെ, ഒരാണിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, സ്കൂളിൽ നിന്ന് ഒരു ആൺകുട്ടിയോട് മിണ്ടിയാൽ അന്നപ്പോൾക്ക് അവർ ലൈനാണ് എന്ന് പറഞ്ഞ് ആരും മിണ്ടുമില്ലേ. ഇപ്പം ആ ജനറേഷന് മാറി ഇപ്പം കുറച്ചുകൂടി മെച്ചപ്പെട്ട് വന്നതെന്നൊന്നും പറയാനില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും നടന്നാൽ അവർ അവിഹിതം, അത്രയായി ചിന്തിക്കും. എവിടെ വെച്ച് കണ്ട മറ്റേ ഈ സദാചാര ആൾക്കാരും അതും ഇതും ഒക്കെ ഞങ്ങൾ സദാചാരം ഒരുപാട് നേരിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നേരിടാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഇവന് ഹിന്ദു മതസ്ഥനായിട്ടാണ് നടക്കുന്നത്, ഞാൻ മുസ്ലിം മതസ്ഥയായിട്ടായിരുന്നു നടന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, എവിടുന്നാണ്, എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ജോലി ഡ്രൈവറാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10-15 കൊല്ലം ഞാൻ ബസ്സിൽ, അതിനിടയിൽ KSRTC വന്നു. അതിൻ്റെ ഇടയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ പോയി. ഫിലിമിൻ്റെ വണ്ടിയിൽ, അതായത് സിനിമേൻ്റെ വണ്ടിയിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ KSRTC ബസ് ചെമ്മണ്ണൂർ, പിന്നെ കോഴിക്കോട് ടാക്സിയിൽ, പിന്നെ കോഴിക്കോട് ഒരു KTCൻ്റെ ഒക്കെ ഒരു ആളുണ്ട്, അവരെ വണ്ടിയിൽ, അങ്ങനെ കണ്ടമാനം സ്ഥലത്ത് പോയി കിട്ടും. ലോറിയിൽ, ഗൂഗിളത്തിൻ്റെ ലോറിയിൽ, പിന്നെ നാട്ടിൽ ഓട്ടോ ടാക്സിയിൽ, ഓട്ടോറിക്ഷയിൽ, ഗുഡ്സിലുണ്ടോ? ഒരു ഇതെല്ലാത്തിനും പോയിട്ടുണ്ട്. സൗണ്ടിന്റെ പണിക്ക്, പന്തലിന്റെ പണിക്ക്, ഫാബ്രിക്കേഷന് പോയെന്ന് പറഞ്ഞാല് കോവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. അവിടെയാണ് ഫസ്റ്റ് ഞാൻ ജോലിക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അതിനിടയിൽ ബസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് പോകാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആംബുലൻസ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ അത് പോവാൻ ഞാൻ സമ്മതിക്കില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൈക്ക് ഒരു മുറിവുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. സ്റ്റിച്ച് ഇട്ടാൻ ഡോക്ടർ ഇങ്ങനെ ഇവനോടൊന്ന് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ദേ കിടക്കുന്ന ദീം തരികതോ ഉണ്ടായ എന്താ അറിയോ, ആദ്യം ഞാൻ കുറേ നോക്കി, നമ്മളൊരു സ്ഥലത്തേക്ക് ഒരേ ഡയറക്ഷനിൽ ഒറ്റ ഇതിൽ നോക്കി നിൽക്കുമ്പം ബ്രെയിനിലൊരു ഇതായിരിക്കുമല്ലോ, ആ സർക്കുലേഷനിൽ തലകറി അങ്ങനെ തന്നെ നോക്കി ഒറ്റ പോകത്തായിരുന്നു. ചോര കണ്ട ഇതാവുന്നില്ല. കാരണം എൻ്റെ ഈ ഒരു വിരല് പടം പൊട്ടിയിട്ട് ചെതറി, അതായത് ഇവിടുന്ന് ഒരു പീസ് പോയിട്ട് മറ്റേ നമ്മളെന്താ പറയുക, പൈപ്പിൽ വെള്ളം തുറക്കുന്ന ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ അത്രയും നേരം കണ്ടുകൊണ്ട് ഇങ്ങനെയും പിടിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഇതാക്കി വെക്കാം. നമുക്ക് ഒരേ നിപ്പിൽ നമ്മളൊരു സ്ഥലം തന്നെ ടാർഗറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ എവിടെയും ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പറ്റിയതാണ്. ആംബുലൻസിൽ അങ്ങനെ ഒന്നുമല്ലല്ലോ, ഇന്ന് എടുത്ത് കയറ്റി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റൽ എടുത്ത് കയറ്റി ചിലപ്പോൾ കൈയായിരിക്കും ലാസ്റ്റ് കൊണ്ടുപോകും. അങ്ങനത്തെ പേടിയൊന്നും കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ട് ആംബുലൻസ് പോകണം. ഏറ്റവും വലിയ രസം, എൻ്റെ കൈ മുറിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവനാ തിരിച്ച് ഞാൻ ആ കൈ സ്റ്റിച്ചിട്ടിട്ട് അവനെ മുട്ടിയിട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഇവനാണ് ആംബുലൻസിൽ ഡ്രൈവറായിട്ട് പോകണം എന്ന് പറഞ്ഞത്. ഡ്രൈവിംഗ് എന്നാണ് എനിക്കൊരു എന്താ പറയാ, ആരെന്ന് പറഞ്ഞൂടാ, ഒരു ലഹരി. എന്തുകൊണ്ടും കിട്ടാത്തൊരു ലഹരിയാണ് ഡ്രൈവിംഗിലൂടെ. അത് ഇപ്പം നട്ടപ്പാതിരിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞപ്പോൾ, പക്ഷേ ഉറക്കം എന്നുള്ള സാധനം ഉണ്ട് കേട്ടോ. ഉറക്കം വന്നാൽ ഞാൻ ഉറക്കും. അപ്പോൾ അത് എവിടെ പോകുകയാണെങ്കിലും, ഇപ്പോൾ ട്രാവലർ ആണെങ്കിലും ബസ് ആണെങ്കിലും ലോറി ആണെങ്കിലും ഒക്കെ ഉറക്കം വന്നാൽ ഞാൻ ഉറക്കും. നമുക്ക് കാരണം ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഉറക്കമാണ്. കാരണം ബാക്കി ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ വണ്ടിയിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉറക്കം വന്നാൽ ഞാൻ ഉറക്കും, അത് ഏത് ട്രിപ്പാണെങ്കിലും. ഇനി അടുത്ത ചോദ്യം, വിവാഹിതനാണോ? അല്ല. വിവാഹം അല്ലെ പ്രണയമുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ. പ്രണയം ഇല്ല. പ്രണയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് അത് പോയി. അതിപ്പോഴൊന്നും കേട്ടോ, കുറേ എനിക്ക് തോന്നുന്നൊരു 5-8 കൊല്ലമായല്ലോ. 8-9 കൊല്ലമായല്ലോ. ഇപ്പോൾ അത് പൊട്ടി. ഏകദേശം എത്ര ആളെ പ്രണയിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സത്യം പറയാതെ കുറേ ആൾക്കാരെ പ്രേമിച്ചു. കാരണം ഒരേ സമയത്തല്ലെങ്കിലും പ്രേമിച്ചിങ്ങനെ അതെന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഞാനെന്നല്ല, ഞാനിത് തുറന്നു പറയുന്നു, തുറന്നു പറയാത്തവരുണ്ട്. നമ്മൾ ഈ പകൽമാന്യന്മാരെന്ന് പറയും ചില ആൾക്കാരാണ്. നാട്ടിൽ രാവിലെ അവരത്ര ഡീസൻ്റ് ആരുണ്ടാവുക, പക്ഷെ അവർ രാത്രിയായിരിക്കും അവരെ മുഖരൂപം മനസ്സിലാക്കുക. രാത്രി പുറത്ത് കളിക്കുന്ന ആൾക്കാർ രാവിലെ ഡീസൻ്റ് ആയി നടന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര പേര് പ്രണയിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല.
പ്രണയിച്ചിക്ക് എന്ന് പറയാൻ പറ്റിയ 1-2 ആളേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ബാക്കിയൊക്കെ തമാശ. ബാക്കിയൊക്കെ തമാശ പറഞ്ഞാല് ഞാൻ രേസ്മോൾ എത്ര ആളെ പ്രേമിച്ചിക്ക്? എനിക്ക് 5ാം ക്ലാസ് തൊട്ടിട്ട് എന്ന് അറിയണ്ട, ഓർമ്മ വെച്ച കാലം തൊട്ട് പ്രണയമുണ്ടായിരുന്നു. അത് എല്ലാവരും അങ്ങനെ ആയിരിക്കുന്നില്ലല്ലോ. എനിക്ക് ആ ഒരു പ്രണയം അല്ല അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കാന്ന് വെച്ചാല് രേസ്മോൾക്ക് ഇപ്പോ 5ാം ക്ലാസ് തൊട്ട് പ്രേമിച്ചെന്ന് പറഞ്ഞു. അല്ല, നിനക്ക് പ്രേമുണ്ടോ, അല്ല നീ വിവാഹിതനാവാൻ പോവാണോ, നീ വിവാഹം കഴിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആൾക്ക് പറഞ്ഞല്ലോ. കല്യാണം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ പ്രണയ വിവാഹമാണോ? അല്ല, പിന്നെ ലവ് ആൻഡ് അറേഞ്ച്ഡ്. അറേഞ്ച്ഡ് ആൻഡ് ലവ് അല്ല, രണ്ടും കണക്കന്നല്ലേ. അല്ല, അറേഞ്ച്ഡ് ആൻഡ് ലവ് ആണ്. ലവ് ആൻഡ് അറേഞ്ച്ഡ് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇല്ല, രണ്ടും കണക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അറേഞ്ച്ഡ് ലവ് മാരേജ് പറഞ്ഞാല് കല്യാണം വീട്ടുകാരെ നോക്കി സെറ്റാക്കി പിന്നെ പ്രേമിക്കുക. മറ്റേത് കണക്കന്നല്ലേ, പ്രേമിച്ച് അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാലും പ്രേമിക്കുന്നൊക്കെ കണക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നൊരു കാര്യമായി, നീ കല്യാണം കഴിച്ചതാണോ, ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. എന്നൊരു ചോദ്യം, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതോട് എന്താ പറയാനുള്ളത്? അതായത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടി മുതലാളിമാരെ കണ്ടാൽ കുറയ്ക്കില്ല. എന്താ അറിയോ, അവർക്ക് ഫുഡ് കൊടുക്കുന്നു. അതായത് ഇനിയിപ്പം എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും നായിക്ക് ഫുഡ് കൊടുക്കലുണ്ട്. അവരെ കണ്ടാൽ നായി കുറയ്ക്കൂല. കാരണം അവർക്ക് പൊതുവെ പൊരിക്കുന്നല്ലേ പറയല്. അല്ല, ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ കണ്ടാൽ കുറയ്ക്കൂല എന്ന് പറയാൻ കാരണം അവർ ഡെയിലി കാണുന്ന ഒരു ആൾക്കാരാണ് അവർ രണ്ടാളും. പോരാതെ ഇവരെ 3 നേരം ഫുഡും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ച് ഇവരെ പൊന്നു പോലെ നോക്കുന്നതാണ്. അപ്പൊ അവരെ കുറയ്ക്കാത്ത വെച്ചാൽ ആ നായി അവർക്ക് ഉണ്ടാനും ഇതാക്കാൻ പറ്റൂലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അച്ഛനും അമ്മയാണത്. അപ്പോൾ തന്തേനെയും തള്ളേനെയും പറയിപ്പിക്കാൻ നായി നിൽക്കുമോ? ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ നായി കുറച്ചും കടിക്കാനും നിന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫുഡ് കൊടുക്കുമോ? പറഞ്ഞു വരാം, ചോദിച്ചതിന് മറുപടി പറ. ഫുഡ് എന്റെ അച്ഛനും അമ്മയും ഒരു നായിക്ക് ഫുഡ് കൊടുത്തു. ആ നായി ആ അച്ഛനും അമ്മയെ കടിച്ചാ അവർ ആ നായി പിന്നും പൊന്നു പോലെ നോക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ വലിച്ചെറിയും. അതേമാതിരി ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ ഓരോ തന്തേനെ തള്ളേനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇടുന്നവര് വീട്ടിൽ അവരെ അച്ഛനും അമ്മയും എന്താണോ കാണിക്കുന്നത്, എന്താണോ കളിക്കുന്നത്, അതാണ് അവർ പുറത്ത് ചെയ്യുന്നത്, പുറത്തുള്ളവർ ഇതാക്കുന്നത്. അതാ പറയാനുള്ളത്. തന്തയ്ക്കും തള്ളയ്ക്കും പെറുക്കാത്തവർ കമന്റ് ഇട്ടിട്ട് അതിനുമ്പോഴും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഞാനിപ്പം വേട്ടാവാടിയാണ്, പെണ്ണുപിടിയാണ്, മറ്റേതാ മറിച്ചാന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ കള്ളു കുടിക്കലുണ്ട്, ബീർ കുടിക്കലുണ്ട്, ഓട്ടടിക്കലുണ്ട്, സിഗരറ്റ് വലിക്കലുണ്ട്, ഞാൻ ചെയ്യില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ബഹുമാനമുള്ള ആൾക്കാരെ മുമ്പൊന്നും ഞാൻ കാണിക്കലില്ല. നാട്ടിൽ കൂടി വലിച്ച് ആൾക്കാരുടെ മുമ്പ് കൂടി പോവുക, പിന്നെ 4 ആൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് ഓരപ്പുറത്ത് അടിക്കുന്നതിന് എൻ്റെ വയസ്സിന് മൂത്തവരാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് ബീറോ അല്ലെങ്കിൽ ഓട്ടോ അടിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മുമ്പ് പോയി അടിക്കലില്ല. ബഹുമാനം അടിക്കലില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ അടിക്കലുണ്ട്. പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ കമന്റ് ഇടുന്ന ആൾക്കാർ ഞാൻ നായിൻ്റെ കഥ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉദാഹരണം പറയാൻ കാരണം ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അവര് തുണിയാസം പറയുന്നത് അവരെ തന്തേനെയും തള്ളേനെയും അവർ പറയുന്നതോ അല്ലെങ്കിൽ അവരെ തന്തേയും തള്ളേ അവരെ പറയുന്നതോ ആണ് അവർ നമ്മളോട് തീർക്കുന്നത്. കാരണം ഒരു നായ്ക്കുള്ള നന്ദി പോലും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്കില്ല. അവരവരുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ച സംസ്കാരം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോൺ എടുത്തിട്ടതിൽ ആ ഒരു ടോക്കിയിൽ എടുത്തിട്ടത്. കാരണം ഏതൊരു വീട്ടിലും ഈ പട്ടിനെയും പൂച്ചനെയും വളർത്താനുള്ള കാരണം തന്നെ അതാ. കാരണം അവർക്ക് മിണ്ടാനും പറയാൻ ചിലപ്പോൾ അവർ മാത്രമേ ഉണ്ടാവും, അവരെന്തായാലും തിരിഞ്ഞു കടിക്കില്ല. പിന്നൊരു കാര്യം, ഇപ്പം ഒരു 3-4 ദിവസത്തിലധികം ഇപ്പം നിന്റെ കൂടെ ഇപ്പം ലൈവ് ചെയ്തിട്ടില്ലെങ്കിലോ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലോ പറയുന്ന ഒരൊറ്റ കമന്റ് എന്താ വെച്ചാൽ ഇന്നേച്ചു പോയി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇന്റേതായ കാര്യങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് 4 ദിവസം മാറി നിന്ന് ഏതെങ്കിലും വണ്ടിയിൽ പോകും, അത് ഇവക്ക് കുഴപ്പമില്ല. അന്നപ്പോൾ ഇവിടെ ചിലപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ആരെങ്കിലും വന്ന് നിൽക്കലും ഉണ്ട്. ഞാൻ ഈ 4 ദിവസം മാറി നിൽക്കുമ്പോഴേക്കും
പോട്ടെ, എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു വിസിറ്റ് വിസ എടുത്തിട്ട് ഒരു മാസം ഗൾഫ് പോകേണ്ടി വന്നു. അപ്പോൾ ഒരു മാസം ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കളെ സഞ്ജുവിനെയും പാത്തുവിനെയും ജെസിമോളെ ഇവരൊക്കെ ഒഴിവാക്കി പോവാം. എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ എന്താ പറയുക ഗൾഫ് പോയി. ഞാൻ അവിടെ ഇട്ടേച്ച് പോവാ. 2 പ്രാവശ്യം ഗൾഫ് പോയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം പോയി വന്നാട്ടോ. ഒരു ഫസ്റ്റത്തെ പോക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ്, രണ്ടാമത്തെ പോക്ക് സൗദി അറേബ്യയിലേക്കാണ്. അല്ല ഇന്നിട്ടേച്ച് പോയ കഥകൾ അതാണല്ലോ പറഞ്ഞത്. ഒരു പണിക്ക് പോകുമ്പോഴേക്ക് വിട്ടേച്ച് ഇപ്പം ഞാൻ ഒന്നാമത് പണിയാണ് ഡ്രൈവിംഗ് ആണ്. ഞാൻ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് പോയിട്ട് 2 ദിവസം ഡ്രസ്സ് എടുത്തേക്ക് എന്തായാലും എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഞാനിവിടെ എത്തി 3 ദിവസം കഴിഞ്ഞില്ല. കാരണം നമ്മുടെ പണി അതാണ്. ഞാൻ ലോഡ് വണ്ടി പോയി, നാളെ പോകാണ്ട് വണ്ടി നാട്ടിൽ വന്നിക്ക് ഉള്ളിയേരി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഞാൻ കാണിച്ച ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, സാധാരണ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ആ ഉള്ളിയേരി കൊണ്ട് വെച്ചിട്ടുണ്ട്, നാളെ പോകാണ്ട്. ഇപ്പോൾ നാളെ പോയിട്ട് ലോഡ് എടുത്തിട്ട് നാളെ തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇവിടുന്ന് പോകുന്ന പോക്കിൽ ചിലപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യമോ കുടുങ്ങിയിട്ട് അവിടെ എത്താൻ ലേറ്റ് ആയാലും ലോഡ് കിട്ടില്ല. മറ്റന്നാളായിരിക്കും അവിടെ നിന്ന് റിട്ടേൺ വരേണ്ടത്. ചിലപ്പോൾ ലോഡ് കയറ്റാൻ ചിലപ്പോൾ മറ്റന്നാൾ ഉച്ചയായിട്ടുണ്ടോ, അവിടെ ലോഡ് പായൊക്കെ കെട്ടിയിട്ട് രാത്രി ആയിരിക്കും വരേണ്ടത്. രാത്രി വരുമ്പോൾ എന്താണ് ചിലപ്പോൾ ചെക്ക് പോസ്റ്റ് അടിച്ചിട്ട് രാത്രി വീടില്ല. അപ്പം നാളെ പോകേണ്ട ഞാൻ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയാവും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. നമ്മളെ വണ്ടിപ്പണിക്കാരുടെ കാര്യം നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയല്ല സോഷ്യൽ മീഡിയ. 2 ദിവസത്തെ ഓർമ്മ നീ ഒരു ലൈവിലോ ഒരു വീഡിയോയിലോ വരാതിരുന്ന നീ എന്നെ ഉപേക്ഷിച്ചു പോയി. അത് എന്താ കാരണം വെച്ചാൽ ഇവരെ സംസാരം അതാണ്. അവർക്ക് എന്താണെന്നുള്ളത് അറിയാം. അല്ല സംസാരിക്കുന്നത് അതാണ്. അല്ലേ എന്നെ സെലീം ഉപേക്ഷിച്ച്, അരുൺ ഉപേക്ഷിച്ച്, മക്കൾ ആദ്യം ഒരു 3 കൊല്ലം ഉപേക്ഷിച്ച് പോയി. പിന്നെ രണ്ടാമതും വന്ന് ഇപ്പോൾ 1 കൊല്ലം ഉപേക്ഷിച്ചു. 1 കൊല്ലമായില്ലേ? 1 കൊല്ലമായി ഉപേക്ഷിച്ചിട്ട്. ഇനിയിപ്പോൾ 2-3 മാസം കൂടി വന്നാൽ വരും. അതൊരു 1 മാസം 2 മാസം നാട്ടിൽ നിന്നിട്ട് പിന്നെ എന്നെ ഉപേക്ഷിച്ച് പോകും. അപ്പം അങ്ങനെയാണ്. ഇനി നിന്റെ ഫ്യൂച്ചർ പരിപാടി, ഭാവിയിലത്തെ പരിപാടി എന്താ? സത്യം പറയാച്ചാൽ അതിന് മാത്രം എനിക്കൊരു ഉത്തരവില്ല. എനിക്ക് ഒരു പ്ലാനിങ് ഇല്ല. എന്തുകൊണ്ടില്ല? എനിക്കില്ല. കാരണം നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടറി എടുത്ത് അടിക്കാനെങ്കിലും ഇല്ല. ലോട്ടറി എടുത്ത് അടിക്കാനും കുറേ പരിപാടി കിട്ടോ. അല്ല അടിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടോ. അല്ലാണ്ട് എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ വെച്ചാൽ നമ്മളിപ്പോൾ പറയാം എനിക്ക് ഈ മുകേഷ് അംബാനി അല്ലെങ്കിൽ ലുലുവിൻ്റെ യൂസഫ് അലിക്ക പിന്നെ ഗോപാലേട്ടെ ഇവരെ പോലൊക്കെ ഭയങ്കര പൈസക്കാരനായിട്ട് 4 ആളെ മുമ്പ് ഷൈൻ ചെയ്ത് നടക്കണം. അങ്ങനെ ഒന്നും ആഗ്രഹം അത് നടക്കൂല. കാരണം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ നടന്ന് ജീവിച്ച ആൾക്കാരാണ്. പിന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു ട്രാവലർ വേണമെന്നുണ്ട്. അതിൻ്റെ എല്ലാ പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ട്രാവലർ മാത്രം കേട്ടോ, കുറേ വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതേ ഉള്ളൂ ഫ്യൂച്ചർ പ്ലാൻ. അല്ലാണ്ട് എനിക്ക് ലാവിഷായിട്ട് AC കുത്തിരിക്കണം അങ്ങനത്തെ ഒന്നും. അല്ല എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താ വെച്ചാൽ ഒരു ബസ് മുതലാളി ആവണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ബസ് ഓടിച്ചിട്ട് അതിൻ്റെ മുതലാളി ഓക്കെ എന്ന് പറഞ്ഞെടുത്തുനിന്ന് പിന്നെ അവൻ്റെ അച്ഛൻ ചീത്ത പറഞ്ഞ സമയത്ത് ഇവനെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഭാഷ ഒരു ചീത്ത പറഞ്ഞതല്ല വയനാട്ടുകാരും ഉണ്ടാവില്ലേ അവരത് പറഞ്ഞതാണ്. പിന്നെ ഞാനും പോയില്ല കേട്ടോ അതില്. അപ്പോൾ അന്നിപ്പോഴൊരു വാശി ഒരു ബസ് എടുക്കണം. കാരണം അവനൊക്കെ ട്രൗസറിൽ മുള്ളി കളിക്കുന്ന പ്രായത്തിൽ എൻ്റെ വീട്ടിൽ ലോറി ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ജാടയൊന്നും കാണിക്കാൻ പോയിട്ടില്ല. പക്ഷെ നമുക്ക് ഓടിക്കാൻ എനിക്ക് ഹെവി ലൈസൻസ് ഉള്ള ഒരാളാണ്, ഞാൻ വണ്ടി ഓടിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഓടിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് തന്നിട്ട് പിന്നെ എന്തിനു ഓടിച്ചു എന്ന് ചോദിച്ചപ്പം നമ്മൾ ഇഷ്ടം പോലെ വണ്ടി ഓടിച്ചിട്ടോ. ഞാൻ പോകുന്ന ബസ് തന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എൻ്റെ വീട് പണിയുള്ള സമയത്ത് വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്ന ലോറികളായിരുന്നു കേട്ടോ. എൻ്റെ വാപ്പയുടെ സുഹൃത്തുക്കളായിരുന്നു വരാറ്. ഇറ്റാച്ചി ഓടിച്ചിട്ടുണ്ട്, ലോറി ഓടിച്ചിട്ടുണ്ട്, ഒക്കെ ഓടിച്ചിട്ടുണ്ട്. ഒക്കെ വാപ്പ ഇവനോട് വീട്ടിൽ ഇറ്റാച്ചി വരുന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു എടാ വാടാ എന്ന് പറഞ്ഞു. അപ്പം ഇവൻ വന്നില്ല. വാപ്പി എന്താക്കി ഇറ്റാച്ചി ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് മാറിക്കോളൂ, ഓളൊന്ന് ഓടിച്ചോട്ടെ എന്നാണ്. ഞാൻ കൂളായിട്ട് ഓടിച്ചു. അത് കണ്ടപ്പോൾ ചോദിക്കുക നാളെ വരുമോ ഇറ്റാച്ചിന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചില്ല, ഞാൻ സാധിച്ചു കേട്ടോ. ഇറ്റാച്ചി ഓടിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പിന്നെ JCB ഓടിക്കാൻ നല്ല ആഗ്രഹം. JCB അങ്ങനെ ഓടിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. ഏറ്റവും സുഖമാണ്. ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ, വണ്ടി ഉണ്ട് കേട്ടോ, എടുത്ത് വെച്ചിക്ക്. പക്ഷെ ഫുള്ളായിട്ടുള്ള ടെക്നിക്ക് അറിയില്ല. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇവനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ വിവരങ്ങളും അറിയാമല്ലോ. പിന്നെ ഒറ്റ കാര്യം ചോദിക്കാം,
സൗഹൃദത്തെ എങ്ങനെ കാണുന്നു? സൗഹൃദത്തെ എങ്ങനെ കാണുന്നു വെച്ചാൽ സൗഹൃദത്തെ നീ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എനിക്കെൻ്റെ സത്യം പറയാലോ, എനിക്കെൻ്റെ കൂട്ടുകാരാണല്ലോ. എല്ലെന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്ന ലെവലാക്കി ഇതാക്കി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക. ആ ചോദ്യം ഇവിടെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ലൈവിൽ വരുന്ന സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഇതിനുണ്ട്. ആ സൗഹൃദത്തെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ട് അത് നെഗറ്റീവായിട്ട് എടുത്തിട്ട കുറച്ച് സ്ത്രീകളുണ്ട്. ഈ സൗഹൃദത്തെ ഇപ്പം 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോഴേക്ക് ഇവന് സ്ത്രീകളുമായിട്ടാണ് കമ്പനി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അമ്മായി ഒന്ന് കെട്ടി, അത് ഒഴിവാക്കി. അത് സൗഹൃദം ശരിയില്ലായിട്ട് അമ്മായി ഒഴിവാക്കി. രണ്ടാമത് കെട്ടി, ആ മുട്ട അയച്ചാൽ ലോകം ഉടായിപ്പാണ്. ആ മുട്ടേനെ ഇപ്പോൾ ഒഴിവാക്കും, അതും സൗഹൃദം ശരിയില്ലായിട്ട്. സൗഹൃദം വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയും. എനിക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഫാൻസ് അല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്. നാളെ ഞാൻ ആലുവയിൽ പോയിട്ട് ഇവിടെ ലൈവ് കണ്ടിട്ട് എന്നെ വിളിച്ചു എവിടെയാണെന്ന് വെച്ചിട്ട്. ഞാനൊരു തമ്മിൽ കുറേ ദൂരമായത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ചിന്തിക്കണം, അത്രത്തോളം ഇതിൻ്റെ അകത്ത് നമുക്ക് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അല്ല, കൊട്ടിയൂര് പോയപ്പോൾ ഇതേമാതിരി തന്നെ. കൊട്ടിയൂര് ഞാൻ ഓട്ടം പോയ സമയത്ത് ഒരുപിടി ആൾക്കാർ എന്നെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളേതായ രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇതിൽ. ഈ സൗഹൃദത്തിന്റെ വില അറിയാത്തവർ മാത്രമേ സൗഹൃദത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്താ വെച്ചാല് ഇപ്പൊ ജസ്മോളും ഞാൻ നമ്മൾ കച്ചറുണ്ടാക്കലില്ലേ, അടികൂടലുണ്ട്. പിന്നെ ഞങ്ങൾ അടികൂടിയാൽ എങ്ങനെയാണെന്നറിയോ? ഞങ്ങളിപ്പോ നല്ല രീതി നിങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു നല്ല വശം മാത്രമാണ്. ഈ എവിടെ ഉണ്ടാവില്ല ഈ തല്ലുകൂടൽ എന്ന് പറയുന്നത്. ഞങ്ങള് തല്ലുകൂടിയാൽ പറ്റിയ മാമുക്കോയെ ഒരു പെണ്ണുങ്ങൾ വിട്ടല്ലോ, നിന്റെ അച്ഛൻ്റെ നിന്റെ അമ്മ. ഞങ്ങള് വേറെ തെറ്റും. ചില സമയത്ത് ഞങ്ങൾ തെറ്റുന്ന സമയത്ത് ഇവന്റെ അമ്മയാട്ടോ കോംപ്രമൈസിന് വരിക. പക്ഷെ അമ്മ പറയുന്നത് മാത്രമേ ലാസ്റ്റ് ഉണ്ടാവും. ഞങ്ങള് തമ്മിലുള്ള പണക്കൊന്നും എവിടെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ പലരും എന്നെ കുറിച്ച് ഇങ്ങനെ എന്നെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇവന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ഒരു ഉമ്മയുടേതോ ഒരു വാപ്പയുടേതോ എന്നൊക്കെ പറയാം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് MMCയിൽ നിന്നതും ഛർദ്ദിച്ചപ്പോൾ കൈ ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മക്കോ മാത്രമേ പറ്റുള്ളൂ നമ്മൾ അറപ്പില്ലാതെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അത്രമേൽ ഞാൻ എൻ്റെ ഇളയതാട്ടോ. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവനെൻ്റെ കാമുകനാണ്, ഇവനെൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനെൻ്റെ ഇളയതാണ്. അപ്പോൾ ആ തല്ലുകൂടൽ ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളതാട്ടോ. അപ്പം സൗഹൃദത്തിൻ്റെ ഞാനും ഇവനും എൻ്റെ സിസ്റ്ററുടെ മകനും ഞങ്ങൾ ആ 3 പേര് കമ്പനിക്കാർ ഞങ്ങൾ ഫുള്ള് ഔട്ടിങ്ങായി. ഇപ്പം അവന് നേരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊന്നും അവന് ഡ്രൈവറാണ്. അവനിപ്പം ജോലിയും കാര്യങ്ങളും ആയതുകൊണ്ട് റിസ്ക് ഉള്ള വണ്ടി എന്ന് വെച്ചാൽ മരം വണ്ടി. നമ്മുടെ ഏത് സിനിമയിലായിരുന്നു, സ്ഫടികത്തിൽ മോഹൻലാൽ ഓടിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് ഓടിച്ചിട്ടാണ് പോകുന്നത്. നിറയെ മരവും വെച്ചിട്ട്. അപ്പം ഇവനിവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 3 ആൾ വരുന്ന കമ്പനി, ഞങ്ങൾ 3 ആൾ വരുന്ന ഔട്ടിങ്ങിന് പോവുക ഒക്കെ ചെയ്യാറ്. അപ്പം അവന് കൂടാത്തത് കൊണ്ട് ഞങ്ങൾ ഈ സൗഹൃദത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ പറഞ്ഞതുപോണം കുടുംബത്തെ കൂട്ടാറില്ല. ഞങ്ങൾ കുടുംബമാണ് എന്ന് ചിന്തിക്കാറില്ല. ഞങ്ങൾ കമ്പനിക്കാർ അത്ര തന്നെ. ഇപ്പം ഇതങ്ങനെ കേട്ടോ. ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് പലർക്കും സംശയമായി, ഇവൻ എൻ്റെ ബ്രദറാന്ന് പറയുമ്പോൾ ഇവന് ഹിന്ദു എങ്ങനെയാ എനിക്ക് ബ്രദറായി. അപ്പം നമ്മളിങ്ങനെ ചരിത്രകഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതിനെക്കാട്ടി നല്ല ചിലപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ പറയാം എൻ്റെ സുഹൃത്താണെന്ന് പറയും. പ്രശ്നം തീർന്നല്ലോ. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എൻ്റെ അഭിപ്രായം കസിൻസിനെക്കാട്ടിലും നല്ലത് ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെയാണ്. ഇനി എന്താ പറയാനുണ്ടോ? പ്രശ്നം ഒന്നും പറയാനില്ല. ഇനി ഇവനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാതെ ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് എല്ലാ ഡീറ്റെയിലും സകല കാര്യങ്ങളും ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. ഇഷ്ടപ്പെട്ട ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയും പപ്പടം. പപ്പടം വെറുതെ കിട്ടിയാലും തിന്നു. അതാണ് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊരു സാധനത്തിൻ്റെ കൂടെയും പപ്പടം കിട്ടിയാൽ പിന്നെ
ഗൈസ്. അപ്പം ഇവനെ കുറിച്ചുള്ള സകല ഡീറ്റെയിലും ഇനി ആരും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, ഞങ്ങൾ പോകുന്നു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരോടും ബൈ ബൈ പറയുന്നു.